കർക്കിടക മാസമായ കാരണം കൊണ്ട് ഇത്തവണ ഒരു സ്പെഷ്യലായിട്ടുള്ള മരുന്നുണ്ട ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ കർക്കിടക മാസത്തിലാണല്ലോ നമ്മൾ സാധാരണ സുഖചികിത്സയും മരുന്ന് കഞ്ഞിയും ഒക്കെ കഴിക്കുന്നത്. അതേപോലെ തന്നെയുള്ള ഒരു മരുന്ന് പോലെ കഴിക്കുന്ന ഒന്നാണ് മരുന്നുണ്ട. അപ്പോൾ ഇന്ന് ഞാൻ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊക്കെയാണ് കാണിക്കുന്നത്. കാണുമ്പോൾ അരിയുണ്ട പോലെയൊക്കെ ഉണ്ട്, പക്ഷേ അരിയുണ്ടയുടെ ടേസ്റ്റ് അല്ല, അത് മരുന്നാണ്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മരുന്നുണ്ട ഉണ്ടാക്കണതെന്ന് നോക്കാം. അമ്മയാണ് ഇന്നലെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ മരുന്നുണ്ട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 50 ഗ്രാം ആശാളി വേണം. ഇത് നമുക്ക് മരുന്ന് കടയിലൊക്കെ നമുക്ക് സാധാരണയായിട്ട് കിട്ടാവുന്നതാണ്. ഇതൊരു 50 ഗ്രാം, ഞാൻ പറയുന്ന അളവ് എല്ലാം 50 ഗ്രാം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ കടയിൽ നിന്ന് ആ ഒരു കണക്ക് വെച്ച് മേടിച്ചാൽ മതി. നല്ല അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ വേണം ഇതിൽ എല്ലാ ചേരുവകളും ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ എല്ലാം ആദ്യം ഒന്ന് വറുത്തിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുത്ത് ഉണ്ടയാക്കാൻ. ഒന്നൊന്നായിട്ട് നമ്മൾ വറുത്തെടുക്കുക. വറുക്കണതിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ പൊട്ടനൊരു ചെറിയ ശബ്ദം കേൾക്കും. അതാവുമ്പോൾ നമുക്കത് പാത്രം മാറ്റാം. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 50 ഗ്രാം ഉലുവയാണ്. ഉലുവ ഇതേപോലെ തന്നെ പാത്രത്തിലിട്ട് നന്നായി ചൂടാക്കി ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ പാത്രം മാറ്റാം. ഒരുപാട് അത് ചൂടായി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടി കട്ടിയുള്ള പാത്രം എടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് 50 ഗ്രാം അയമോദകം വേണം. അയമോദകം നമ്മൾക്ക് ഒരുപാട് നല്ലതാണ്. ഗ്യാസ് ട്രബിളൊക്കെ ഉള്ള ആൾക്കാർക്ക് അയമോദകം തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നതൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഞാനിത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി വറുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്, ചൂടാറുന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അടുത്ത് ഞാൻ ഇടുന്നത് ഇതിലേക്ക് 50 ഗ്രാം ജീരകമാണ്. ജീരകം നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവണം തന്നെയാണ് സാധാരണ ജീരകം. അത് ഇതേപോലെ തന്നെ വറുത്ത് നന്നായി ചൂടായി വരുമ്പോൾ ഒന്ന് പൊട്ടിത്തുടങ്ങും. അതൊന്ന് പാത്രം മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു 50 ഗ്രാം എള്ളാണ്. ഇപ്പോൾ കറുത്ത എള്ള് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അല്ലേ. അപ്പോൾ എള്ള് അതിനനുസരിച്ച് വാങ്ങി ഒന്ന് ചൂടാക്കി ഇതേപോലെ തന്നെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ആണ് അതിൻ്റെ പാകാവുക. അപ്പോൾ അതൊന്നിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം പാത്രം മാറ്റാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 5 ചേരുവകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 കപ്പ് അരി വേണം. സാധാരണ നമ്മളുടെ അരിയില്ലേ, അരി അപ്പോൾ കഴുകിയിട്ട് വറുത്ത് പൊടിക്കണം. അപ്പോൾ ഞാൻ ഈ അരി 1.5 കപ്പ് കൂടി എടുത്തിട്ടുണ്ട്, അത് കഴുകാൻ കൊണ്ടുപോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ നാളികേരം ചെരുകിയത്, ഒരു ചെറിയ നാളികേരം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ, മുഴുവനായിട്ട് ചെരുകിയതെടുക്കാം. അപ്പോൾ അരി ഞാനിവിടെ കഴുകിയെടുത്തത് വറുക്കാൻ പോവുകയാണ്. ആ ഒരു അരി ഒന്ന് പൊരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അരി ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ അങ്ങോട്ട് കൂട്ടി ഇട്ടിട്ട് പൊടിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അരി നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ നമുക്കത് കഴിക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവുള്ളൂ. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ആശാളി, ഉലുവ, എള്ള്, ജീരകം, അയമോദകം ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം അരി സെപ്പറേറ്റ് ആയിട്ടൊന്ന് വറുത്ത് വെച്ച അരി പൊടിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്കൊരു മധുരത്തിൻ്റെ ടേസ്റ്റിനായിട്ട് ശർക്കര ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ശർക്കരയുണ്ട്. ഒരിക്കലും അത് പാവാക്കരുത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ശർക്കരയിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക. അതിലേക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് കുഴച്ചാലും മതി, പക്ഷേ ഇതുപോലെ മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഉണ്ടകളായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നന്നായി ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് അവസാനം നമുക്ക് ഇതേപോലെ കൈകൊണ്ട് നന്നായി എല്ലാം കൂടി കൂട്ടി തിരുമ്മി കഴിഞ്ഞാൽ എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഉണ്ടകൾ എടുക്കാൻ. അല്ലെങ്കിൽ ആ ഉണ്ട പൊട്ടി പോവാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പം നന്നായി കൈകൊണ്ട് പ്രസ് ചെയ്ത് ഈ കാണിക്കുന്ന പോലെ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഉണ്ടകളായിട്ട് നമുക്ക് കിട്ടും. മരുന്നുണ്ടയാണിത്, അരിയുണ്ട പോലെയൊക്കെ തന്നെയാണ് ഇരിക്കണത്. പക്ഷേ ടേസ്റ്റ് മരുന്നിൻ്റെയാണ്, കുറച്ചൊരു കയ്പുണ്ടാവും. എന്നാലും പക്ഷെ നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ലതാണ്. തണ്ടൽ വേദനകളൊന്നും ഉണ്ടാവില്ല. സാധാരണ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്കാണ് കഴിക്കാനായിട്ട് നല്ലതെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത്തവണ എന്തായാലും കർക്കിടക സ്ഥിതിക്ക് അതിൻ്റെ റെസിപ്പി കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വീഡിയോയും കൂടി എടുത്തത്. ഇത് സാധാരണയായിട്ട് ഒരു 7 ദിവസമെങ്കിലും കഴിക്കണം എന്നാണ് പറയുക. ഡെയിലി വലിയ ഉണ്ടകളാണെങ്കിൽ ഡെയിലി ഒന്ന് വെച്ച് കഴിക്കുക. എല്ലാ വർഷവും ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. പ്രത്യേകിച്ച് കർക്കിടകം കൂടി ആവുന്ന സമയത്ത് നമ്മുടെ ആയുർവേദ മരുന്നുകൾ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ഇനി കുറച്ച് സമയമുള്ളൂ കർക്കിടകം അവസാനിക്കാനായിട്ട്. ഇനി ഒരു 2 ആഴ്ചയും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. എല്ലാ വർഷവും ഇത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും.